കൈവച്ച മേഖലകളിലെല്ലാം ഒന്നാമനായി കഴിവ് തെളിയിച്ച സാധാരണക്കാരൻ, ജനമനസ്സിൽ ഇന്നും ജനകീയനായ വ്യക്തി. ഒരു സമൂഹം വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെ മാത്രമേ സാമൂഹിക പുരോഗതി കൈവരിക്കുകയുള്ളൂ എന്ന ഉൾക്കാഴ്ചയുണ്ടായിരുന്ന രാഷ്ട്രീയ നേതാവ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായം തന്റെ അധ്വാനം കൊണ്ടും ആത്മതർപ്പണം കൊണ്ടും എഴുതി ചേർത്തയാൾ, CH എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന CH മുഹമ്മദ് കോയ. രാഷ്ട്രതന്ത്രജ്ഞനും എഴുത്തുകാരനും പ്രഭാഷകനും വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും നിയമസഭാ സാമാജികനും അങ്ങനെ വിവിധങ്ങളായ പദവികൾ അദ്ദേഹം വഹിച്ചിരുന്ന പദവികൾ മാറുമ്പോഴും വിദ്യാഭ്യാസത്തിന് പരമപ്രാധാന്യം നൽകിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അക്കാലത്തും തുടർന്നു. കേരളീയ പൊതുസമൂഹത്തിലും വിശേഷിച്ച് മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള പിന്നോക്ക ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളുടെ സാമൂഹ്യ മുന്നേറ്റത്തിന് നൽകിയ ത്വരിതവും ബലവത്തവുമായ മുന്നേറ്റമാണ് ഇതര രംഗങ്ങളിൽ അദ്ദേഹത്തിന് നേടാനായ ഇടങ്ങളെക്കാൾ അതിനെ പ്രസക്തമാക്കുന്നത്. അറിവും മൂന്നക്ഷരങ്ങളും തുറന്നു നൽകുന്ന അതിരുകളില്ലാത്ത ലോകത്തെ പരിമിതികളുടെയും ഇല്ലായ്മകളുടെയും ഇടയിലും സ്വപ്നം കണ്ടു വളർന്ന CH വായനയെയാണ് അതിനായുധമാക്കി മാറ്റിയത്. ചെറുപ്രായത്തിലെ മികച്ച വാഗ്മിയായി CH മാറ്റിയത് അറിവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹവും വായനയോടുള്ള പ്രതിപത്തിയുമായിരുന്നു. തന്റെ 13-ാം വയസ്സിൽ അക്കാലത്ത് അതിപ്രശസ്തനായിരുന്ന വാഗ്ഭടനാനന്ദൻ എന്ന വാഗ്മിയോടൊപ്പം വേദിയിൽ പ്രഭാഷകനായി എത്തി കേൾവിക്കാരെ അമ്പരിപ്പിച്ച CH ഏതാണ്ട് അതേ പ്രായത്തിൽ തന്നെ എഴുത്തിന്റെ മേഖലയിലേക്കും കടന്നു വന്നു എന്ന് പറയാം. ആദ്യകാലങ്ങളിൽ കോയ MK അത്തോളി എന്ന പേരിൽ ചന്ദ്രികയിൽ എഴുതി തുടങ്ങിയ CH തന്റെ ലിയാഖത്ത് അലി ഖാൻ എന്ന ആദ്യ ജീവചരിത്ര പുസ്തകം കേവലം 20 വയസ്സിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. അക്കാലത്ത് തന്നെ ചന്ദ്രികയുടെ പത്രാധിപ സമിതി അംഗമായി തീർന്ന CH കേവലം 22-ാമത്തെ വയസ്സിൽ ചന്ദ്രികയുടെ പത്രാധിപരായി. പ്രായക്കുറവ് കാരണം ഇന്ത്യ സ്വതന്ത്ര റിപ്പബ്ലിക് ആയ ശേഷമുള്ള ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവാതെ പോയ CH പിന്നീട് മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിച്ച നേതാവായും മന്ത്രിയായും മുഖ്യമന്ത്രിയായും എല്ലാം മാറുമ്പോഴും എഴുത്തിനോടും വായനയോടുമുള്ള അഭിരുചി അണയാതെ കാത്തതിന്റെ ഫലമാണ് അദ്ദേഹത്തിൻ്റെതായി നമുക്ക് ലഭിച്ചിട്ടുള്ള നിരവധി പുസ്തകങ്ങൾ. സ്വയം അറിവ് നേടുന്നതിലോ അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതിലോ ആയിരുന്നില്ല അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത്. സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തിക ശേഷിയിലും ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന മുസ്ലിം സമുദായത്തെ മുഴുവനായി വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറാൻ പ്രാപ്തമാക്കുക എന്നതായിരുന്നു അദ്ദേഹം കണ്ട സ്വപ്നവും. അതിനുവേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾ. അക്കാലം വരെ മുസ്ലിം സമുദായത്തിനുള്ളിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നിലനിന്നിരുന്ന മതാത്മീയതയുടെയും ഭൗതികതയുടെയും അതിർവരമ്പുകൾ ഇല്ലായ്മ ചെയ്തത് CH നടത്തിയ അവിരാമ പോരാട്ടങ്ങളുടെ ഫലമാണ്. നിങ്ങൾ ആരുടെയും അടിമകളാവരുത്, വെള്ളം കോരികളും വിറക് വെട്ടികളുമായി മാറരുത്. വിദ്യാഭ്യാസത്തെ ആത്മീയവും ഭൗതികവുമായി വേർതിരിച്ച് നിർത്തിയതാരെന്ന് എനിക്കറിയില്ല. കാലത്തിനൊത്ത വിദ്യാഭ്യാസം മുസ്ലിം സമുദായം നേടണം. ശാസ്ത്രീയ രംഗത്ത് കൂടുതൽ അറിവുള്ളവരായിരിക്കണം. ഒന്നുമില്ലെങ്കിൽ മീൻ വിറ്റ് ജീവിച്ചു കൊള്ളാം എന്ന മനോഭാവം മാറ്റണം. മത്സ്യം പിടിക്കുന്നത് കൂടി ഇന്ന് ശാസ്ത്രീയ മാർഗത്തിലാണ്. അദ്ദേഹം തന്റെ ആശങ്കകൾ, പ്രതീക്ഷകൾ തന്നെ കേൾക്കാൻ കൂടുന്ന ആൾക്കൂട്ടങ്ങൾക്ക് മുൻപിൽ നിർത്തലില്ലാതെ പങ്കുവച്ചു. നിങ്ങളൊരു വർഷം പലഹാരമുണ്ടാക്കുന്ന പണം എനിക്ക് തരൂ, ഞാൻ നിങ്ങൾക്ക് ഒരു സർവകലാശാല പകരം തരാം എന്ന് അദ്ദേഹം വടക്കേ മലബാറിലെ സ്ത്രീകളോട് അപേക്ഷിച്ചു. കാലിക്കറ്റ് സർവകലാശാല എന്ന മഹത്തായ സ്വപ്നത്തെ, ജീവിതാഭിലാഷത്തെ സാധ്യമാക്കുന്നതിനുള്ള പങ്കാളിത്തവും പിന്തുണയുമാണ് അന്ന് അദ്ദേഹം യഥാർത്ഥത്തിൽ സമുദായത്തോട് അഭ്യർത്ഥിച്ചത്.